നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്നലെ ഓണാഘോഷ നിറവിലായിരുന്നു. ഓണാഘോഷത്തിൻ്റെ ഒരു തിമിർപ്പിലൊക്കെയാണ് നമ്മൾ. വളരെയധികം സന്തോഷത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. പക്ഷേ നമ്മുടെ അയൽ രാജ്യത്തേക്ക് പോയാൽ അവിടുത്തെ സ്ഥിതി വളരെയധികം വിഷമകരമാണ്. പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായുണ്ടായ ഒരു മിന്നൽ പ്രളയം തകർത്തെറിഞ്ഞത് ഒരുപാട് ജീവനുകളെ, ഒരുപാട് ജീവിതങ്ങളെ. അപ്രതീക്ഷിത പ്രളയത്തിൽ നടുങ്ങി നേപ്പാൾ ടിബറ്റ് അതിർത്തി മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലും ഒരു കുട്ടി ഉൾപ്പെടെ 157ഓളം പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ദുരന്തമുണ്ടായത്. 750-ലധികം ആളുകളെ ഈ ദുരന്തത്തിൽ കാണാതായവരിൽ കൈലാസ മാനസ സരോവർ യാത്രയ്ക്കെത്തിയ 133ഓളം ഇന്ത്യൻ തീർത്ഥാടകരും ഉൾപ്പെടുന്നു എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇതുവരെ 157ഓളം മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തി. കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ദുരന്തം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും 341 വിദേശികളടക്കം 403 വിനോദസഞ്ചാരികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് നേപ്പാൾ ടൂറിസം മന്ത്രാലയം അറിയിക്കുന്നത്. മാത്രമല്ല, ഈ കാണാതായ വിദേശികളിൽ 142 ഇന്ത്യക്കാരും ഓസ്ട്രേലിയ, ബ്രിട്ടൻ, മലേഷ്യ, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ടൂറിസം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ചെളിയിലും അവശിഷ്ടങ്ങൾക്കിടയിലും പെട്ടുപോയവരെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തകർ രാത്രി വൈകിയും തിരച്ചിൽ നടത്തി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും വിന്യസിച്ചതായി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. ടിബറ്റ് ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന ഫോട്ടെ കോശി നദിയിൽ ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് അപ്രതീക്ഷിതമായി വലിയ രീതിയിലുള്ള ഒരു ജലപ്രവാഹമുണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിലൂടെ, വാർത്താ ചാനലിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഭയാനകമാണ് ആ ദൃശ്യങ്ങൾ. ടിബറ്റുമായി അതിർത്തി പങ്കിടുന്ന രസുവ, ദാഡിങ്, നുവാക്കോട്ട് എന്നീ ജില്ലകളെയാണ് ഈ ദുരന്തം ഏറ്റവും കൂടുതൽ വളരെയധികം മാരകമായി ബാധിച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ അയൽരാജ്യമാണ്. ദുരന്തത്തിന് പിന്നാലെ അയൽരാജ്യത്തിന് കൈത്താങ്ങുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക ട്രാൻസ്പോർട്ട് വിമാനത്തിൽ 10 ടൺ ദുരന്ത നിവാരണ സാമഗ്രികളും അടിയന്തര മെഡിക്കൽ മരുന്നുകളും നേപ്പാളിലേക്ക് അയച്ചു. ഇന്ത്യ നൽകിയ അടിയന്തര മാനുഷിക സഹായത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഗാധമായ അനുശോചന സന്ദേശത്തിനും ബാലേന്ദ്ര ഷാ നന്ദി രേഖപ്പെടുത്തി. പ്രതിസന്ധി ഘട്ടത്തിലെ ഇന്ത്യയുടെ ഐക്യദാർഢ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ സൗഹൃദത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇഷ ഫൗണ്ടേഷന്റെ 77ഓളം തീർത്ഥാടകരെ കാണാതായെന്ന് സദ്ഗുരു. കൈലാസ മാനസ സരോവർ യാത്ര കഴിഞ്ഞു മടങ്ങിയ തീർത്ഥാടക സംഘത്തെയാണ് കാണാതായത്. ഇവർ ഇമിഗ്രേഷൻ ഓഫീസിലായിരുന്നപ്പോഴാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നും ഇമിഗ്രേഷൻ ഓഫീസ് പ്രളയത്തിൽ മുങ്ങിയെന്നും സദ്ഗുരു അറിയിച്ചു. തീർത്ഥാടക സംഘത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതായും സദ്ഗുരു പറഞ്ഞു. യാത്രയുടെ ഭാഗമായി 21 സംഘത്തിലെ 495 പേർ ഇതിനകം സുരക്ഷിതമായി മടങ്ങിയെത്തിയിട്ടുണ്ടെന്നും സദ്ഗുരു വ്യക്തമാക്കി. 743 പേർ ടിബറ്റിലും 148 പേർ നേപ്പാളിലും 77ഓളം പേർ എമിഗ്രേഷൻ സെന്ററിലും 3 വോളണ്ടിയർമാർ നേപ്പാളിലെ തിമൂരിലുമാണ് ഉണ്ടായിരുന്നതെന്ന് സദ്ഗുരു പറഞ്ഞു. വോളണ്ടിയർമാരും സപ്പോർട്ട് ടീമുകളും ഉൾപ്പെടെ എല്ലാവരും അതീവ ദുഃഖിതരാണ്. ഗുരു രക്ഷാപ്രവർത്തനത്തിനായി പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. ഇമിഗ്രേഷൻ ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഗനാൽ ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ മാനുഷിക സഹായങ്ങൾക്കും മെഡിക്കൽ സാമഗ്രികളുടെ വിതരണത്തിനും ഇന്ത്യൻ സർക്കാരിനും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന് നന്ദി അറിയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഗനാൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ ദുഷ്കരമായ വേളയിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയം വൻ നാശം വിതച്ച നേപ്പാളിലേക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നു. താൽക്കാലിക ടെന്റുകൾ, കമ്പിളി, ശുചിത്വ കിറ്റുകൾ, സോളാർ വിളക്കുകൾ, മരുന്നുകൾ എന്നിവയുടെ 10 ടൺ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചതായും ഇന്ത്യ നേപ്പാളിനൊപ്പമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനും സഹായത്തിനുമായി നേപ്പാളിലേക്ക് ഇന്ത്യയിൽ നിന്നൊരു വിമാനം അയച്ചിട്ടുണ്ട്. ഇനി 2 വിമാനങ്ങൾ കൂടി അയക്കുമെന്നും വ്യോമസേന അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ നേപ്പാളിലേക്ക് അയക്കും. അതേസമയം നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമാണെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിഷിർ ഗനാൽ. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തിൽ
സ്ഖലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയുമായിരുന്നുവെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതേസമയം ഇരച്ചെത്തി മിന്നൽ പ്രളയത്തിൽ വളരെയധികം നടുക്കമാണ് ഇപ്പോൾ നേപ്പാളിന് ഉണ്ടായിരിക്കുന്നത്. 19ഓളം പാലങ്ങളും 40 കിലോമീറ്റർ റോഡും പ്രളയത്തിൽ തകർന്നു. സൈന്യത്തിന്റെ അടക്കം നേതൃത്വത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തിബറ്റൻ അതിർത്തിക്ക് അടുത്തുള്ള ഫോർട്ടെ കോശി നദിയിലൂടെ ഇരച്ചെത്തിയ മലവെള്ളം പാലങ്ങളും കെട്ടിടങ്ങളും തകർത്താണ് മുന്നോട്ടൊഴുകിയത്. റോഡുകളും ഗതാഗത മാർഗങ്ങളും പൂർണ്ണമായി തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. 36 അംഗ മലയാളി വിനോദസഞ്ചാരികളുടെ സംഘം സുരക്ഷിതരാണെന്ന ആശ്വാസ വിവരവുമുണ്ട്. അതേസമയം നേപ്പാൾ പ്രളയത്തിന്റെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അടിയന്തരമായി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നേപ്പാൾ സർക്കാർ മുന്നറിയിപ്പ് നൽകി. മിന്നൽ പ്രളയത്തെ തുടർന്ന് ഗണ്ഡക്, നാരായണി നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ജാഗ്രത പാലിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കാനും പ്രാദേശിക ഭരണകൂടത്തിനും നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരിയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അതേസമയം മലയാളികളും കുടുങ്ങിയെന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അവർ സുരക്ഷിതരാണെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ അടക്കമുള്ള അടിയന്തര ഇടപെടലുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. 1070 എന്ന ടോൾ ഫ്രീ നമ്പറിനൊപ്പം 9447111844 എന്ന നമ്പറിലും 9747132147 എന്ന നമ്പറുകളിലും സഹായം വേണ്ടവർക്ക് വിളിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയം ബാധിക്കപ്പെട്ടതായി സംശയിക്കുന്ന മലയാളികളെ സംബന്ധിച്ച വിവരങ്ങൾ 1070 എന്ന നമ്പറിൽ അറിയിക്കാം. പ്രളയം ബാധിക്കപ്പെട്ടതായി സംശയിക്കുന്ന മലയാളിയുടെ പേര്, യാത്ര ചെയ്ത തീയതി, ബാധിക്കപ്പെട്ടതായ പ്രദേശത്ത് എത്തിച്ചേർന്നതായി സംശയിക്കുന്ന തീയതി, ഏറ്റവും അവസാനം ബന്ധപ്പെടാൻ സാധിച്ച തീയതി, ഇവരുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ, യാത്രാ പദ്ധതി തയ്യാറാക്കി നൽകിയ ഏജൻസിയുടെ പേര് എന്നിവ സഹിതം അറിയിക്കണം. ലഭ്യമാകുന്ന വിവരങ്ങൾ സംഗ്രഹിച്ച് ഔദ്യോഗിക സംവിധാനം വഴി നേപ്പാൾ സർക്കാരിന് കൈമാറുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപ് അടക്കമുള്ള 36 അംഗ മലയാളി ടൂറിസ്റ്റ് സംഘം കുടുങ്ങിയെന്നാണ് ഇതുവരെയുള്ള വിവരം. കനത്ത നാശനഷ്ടം വിതച്ച ദുരന്തബാധിത പ്രദേശത്താണ് മലയാളികൾ ഉൾപ്പെടുന്ന സംഘം പെട്ടിരിക്കുന്നത്. ഇവർ സുരക്ഷിതരാണെന്നാണ് വിവരം. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷയും വിവരങ്ങളും ഔദ്യോഗികമായി അന്വേഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി പുറത്തെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമായി നേപ്പാൾ സർക്കാരുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യക്കാർക്ക് സഹായം ലഭ്യമാക്കുന്നതിനായി എംബസി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളും തുറന്നിട്ടുണ്ട്. അതേസമയം നേപ്പാൾ ഭരണകൂടവുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.